നോക്കട്ടെ. അതെ, ഇവിടെയൊക്കെ ഒരു സെന്റ് സ്ഥലത്തിന് എത്ര രൂപ കാണും? 1000 രൂപ കാണും. ഓഹോ, അപ്പൊ 10 ലക്ഷം രൂപക്ക് ഗ്രാമം മുഴുവൻ വാങ്ങാം. അയ്യോ, അതേടാ, 10 ലക്ഷം രൂപയ്ക്ക് ഈ ഗ്രാമം ഇതിനപ്പുറത്തെ ഗ്രാമം കിട്ടും. അയ്യോ, ആ പ്രശ്നമായി. അയ്യോ, ഇതൊന്ന് വേഗം കരക്കടുപ്പിച്ചേ. നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതണ്ട. നിന്നെ ഞാൻ പലടുപ്പിച്ച് ഇവിടെ ബ്രേക്ക് ഇവിടെ തന്നെ. നിക്കടാ അവിടെ. ഞങ്ങളെ പറ്റിക്കാതെ ചില്ലറ കന്നാലി. എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളോട് പറയാൻ എന്താ നീ വന്നേ? എന്നോട് പറയാൻ നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നത്? എന്റെ പൊന്നു പാല, നമ്മൾ തമ്മിൽ ഒരു ഉടക്ക് വേണ്ട. ഒത്തു പിടിച്ചാൽ മലയും പോരുന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ? നമ്മൾ ഒരുമിച്ച് നിന്ന ഭംഗിയായിട്ട് ഈ കാര്യം നടത്തിയിട്ട് തിരിച്ചു പോവാം. പിന്നെ വേറെ കാര്യം, ആരവളെ കൊല്ലുന്നുവോ അവൻ 5 ലക്ഷം രൂപ, ബാക്കി 5 ലക്ഷം രൂപ നമുക്ക് തിരിച്ചെടുക്കാം. ആര് വന്നാലും 5 ലക്ഷം രൂപ ഗഫൂർക്കാ. പതുക്കെ പറ. ആരെങ്കിലും കേട്ടാൽ അവന്മാർ നമ്മളെ മയ്യത്താക്കി 10 ലക്ഷം രൂപ കൊണ്ട് അവർ മുങ്ങും. വാ, പോര്. ഇനിയിപ്പോ മാറാശ്ശേരി മന എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ബാല, ഇവൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നത്. ഇവന്റെ വൃത്തികെട്ട മോന്ത കണ്ടാൽ അറിയാം. ഈ എന്തുട്ടാ ചവി നോക്കി പേടിപ്പിക്കണേ? ഇവൻ അണ്ണാച്ചി എന്നാ തോന്നുന്നേ. ഇത് തമിഴ്നാടാണോ? ഇവന്റെ മോന്ത കിട്ടിട്ട് പൂശാലോ. വേണ്ട ബാല, നമ്മൾ ആരാ? என்ன உங்களுக்கு தெரியாத மாதிரி உங்களை எனக்கு தெரியாதுன்னு நினைச்சிட்டாங்க. எனக்கு எல்லாமே தெரியும். நீங்க സീരിയൽ പിടിക്കാൻ വന്നവർ താനേ? അല്ലാതെ നിങ്ങളെ സീരിയൽ പിടിക്കാൻ വന്ന നിർമ്മാതാവല്ലേ? എനിക്കെല്ലാം അറിയാം. ബാല, ഇവനാണോ നമ്മൾ ഇങ്ങോട്ട് വരുത്തിയത്? ഞാൻ എന്തിനാണ് നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് ആലോചിക്കുമായിരിക്കും. ലേശം അഭിനയമോഹമുണ്ട്. നിങ്ങളതെനിക്ക് സാധിച്ചു തരണം. അല്ല, നമ്മൾ ശരിക്കാരാണെന്ന് പറഞ്ഞില്ലല്ലോ. ആദ്യം ലൊക്കേഷൻ, പിന്നെ ഡീറ്റെയിൽസ്. കം ഓൺ, ഫോളോ മീ. നീ ഇങ്ങനെ കണ്ണ. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച മാറാശ്ശേരി മന. ഞാൻ മാറാശ്ശേരി അച്യുതക്കുറുപ്പിന്റെ ഏറ്റവും ഇളയ പെങ്ങളുടെ ഭർത്താവ് നീലകണ്ഠൻ. ഇവനാണ് ഈ കൊലയ്ക്ക് പിന്നിൽ. ഇവനിട്ട് പൂശാതെ പറ്റില്ല കേട്ടോ. വേണ്ട ബാല, നമ്മളൊരു നല്ല കാര്യത്തിനാണ് വന്നതെന്ന് ഓർക്കണം. എന്നെ കണ്ട എല്ലാവർക്കും സംശയ. ഞങ്ങൾക്കും. സത്യം പറയാലോ, ഞാൻ ക്രോസ. വടക്കേ മനയിലെ തിരുമേനിക്ക് അടിച്ചു കളിക്കാനുണ്ടായതാ. അതാ ഷേപ്പിങ്ങിനായി പോയത്. കമോൺ, അതൊക്കെ പറയാതെ തന്നെ മനസ്സിലായി. അയ്യോ, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഉടനെ വരാം. ഏം വഴി തനീ വഴി. എന്താ ഇത്ര കാണാൻ? കേറിപ്പോടിയകത്ത്. ഷോറൂം ഇങ്ങനെയാണ്, ഗോഡൌൺ എങ്ങനെയൊക്കെ ഇഷ്ടം. ഉമ്മക്ക് ഇവിടെ അങ്ങോട്ട് സ്ഥിരതാമസാക്കിയാലോ? സംഗതി കുഴപ്പമായി എന്നാ തോന്നണേ. ഇനി തമ്പ്രാക്കന്മാരൊരു പട എന്നെ അങ്ങോട്ട് വരും. നീ ഇതൊന്ന് പിടി. അവരെത്തിയോ? എങ്കിൽ അയാളെ വിളിക്കൂ. അയാൾ എവിടെ? അയാൾ കഥ എഴുതുകയാണ്. സാറേ, സാറേ, കഥ എഴുതുമ്പോ ശല്യപ്പെടുത്തരുന്ന് പറഞ്ഞിട്ടാണ് തെണ്ടി. അയ്യോ, അതല്ല. ഈ സീരിയലിലെ നായകൻ നീ തന്നെയാ. ഇങ്ങനെ കൂടെ കൂടെ ശല്യപ്പെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ രക്തക്കണ്ണീരിൽ എം ആർ രാധയെ പോലെ ചില്ലുമേട്ട ചില്ലിരുന്നെ
കുഷ്ഠരോഗിയാക്കി മാറ്റണം ഞാൻ. സാറേ പ്രൊഡ്യൂസർ നടന്മാർ പ്രൊഡ്യൂസറും സംവിധായകരും എല്ലാരും വരണം. വന്നതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങൂ. സാർ അതല്ല സാർ. സോങ്ങിന്റെ കാര്യല്ലേ? അത് ഓൾറെഡി 3 പാട്ടായി കഴിഞ്ഞു. 2 പാട്ട് നിനക്കാം. സാറേ അതല്ലെന്ന്. നായികയുടെ കാര്യല്ലേ? അത് മിക്കവാറും മനീഷ കൊയ്രാലായിരിക്കും. സാർ പ്രൊഡ്യൂസർ നടന്മാരും വന്നെന്ന്. പ്രൊഡ്യൂസറും നടന്മാരും വന്നു. എപ്പോ? ഇപ്പോ ഫസ്റ്റ് വള്ളത്തിൽ. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ പാൻസ് അവിടെ. അയ്യോ, ഇത് ബാഗാണോ? അല്ല ഷാർപ്പനങ്ങോട്ടാ. എടാ, കഥ എഴുതാൻ മൂട് വരണമെങ്കിൽ എന്റെ മറയക്കാരുള്ള സ്ഥലത്തേക്ക് പോകണം. ഐ ആം ഗോയിങ് ടു സുഡാൻ. എന്നെ വിടാൻ. പ്രൊഡ്യൂസർ അപ്പൊ എന്റെ ക്യാരക്ടർ. നിന്റെ ക്യാരക്ടർ എത്ര നാളായിട്ട് നിനക്ക് മനസ്സിലായില്ലടാ പട്ടി. ഷാർപ്പ് എങ്ങോട്ടും പോകുന്നില്ല. ചേട്ടനെ ഞാൻ വിടില്ല. നിക്കടെ കയ്യില. എന്നെ വിടറ. ലേഡീസ് വീക്ക്നെസ് ഉള്ള തെണ്ടി. എന്നെ വിടാന് പറഞ്ഞ ദുഷ്ട. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ കഥ എന്ന് അവസാനിക്കില്ലോ. അയാൾ വന്ന് കഥ പറഞ്ഞപ്പോ മാറാശ്ശേരിക്കാരുടെ കഥയുമായി സാമ്യം തോന്നിയോണ്ടാ ഞാൻ ഷൂട്ടിങ്ങിന് സമ്മതിച്ചത്. നല്ല കഥ. നിങ്ങളുടെ കഥാകൃത്ത് മിടുക്കനാ. അഹങ്കാരം ലെവലേശില്ലാട്ടോ. ഈ കിഴവനിട്ടൊരു പൂശിയാലോ. നിന്റെ കാല് ഞാൻ പിടിക്കാം. പഠിച്ചവനാണെന്ന് മിണ്ടാണ്ടിരി പാല. അയാൾ ധാരാളം ചെറുകഥകൾ എഴുതിയിട്ടത്രേ. ഒക്കെ വായിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോലവും സീരിയൽ ഷൂട്ടിംഗ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എല്ലാരും എടുത്തതാ. പിന്നെ കുട്ടികൾക്കൊരു നേരം പോയി കാട്ടെന്ന് വിചാരിച്ച് നാം അങ്ങോട്ട് സമ്മതിച്ചു. കല്ലൂർക്കാടൻ നിർമ്മാതാവാണല്ലേ? അതെ. ഇതിനു മുമ്പ് എത്ര സീരിയൽ പിടിച്ചു? ഓ അങ്ങനൊന്നുമില്ല. ആരെങ്കിലും കൊട്ടേഷൻ വിളിച്ചാ പോവും. ആ ഒരു 10-15 പിടിച്ചു കാണും. അല്ല, ഇടയ്ക്കെന്തോ കൊട്ടേഷൻ ഒരു വാക്ക് പറഞ്ഞല്ലോ. അത് ഞങ്ങൾ ഈ നിർമ്മാണത്തിന് കൊട്ടേഷൻ എന്നാ പറയാ. ആ ദേ വന്നല്ലോ. ബാഗ് ഇങ്ങോട്ട് എടുക്കണ്ട. ഇതാണ് ഈ പ്രൊഡ്യൂസർമാരെ ഏറ്റവും വലിയ കുഴപ്പം. വരാന്ന് പറഞ്ഞിട്ട് വരില്ല. ഇന്നലെ വരാന്ന് പറഞ്ഞല്ലേ ഷൂട്ടിംഗ് തുടങ്ങണ്ടേ? തിരുമേനി, ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർക്ക് ഒരു കൃത്യനിഷ്ഠയില്ല, ഒരു ശുഷ്കാന്തി ഇല്ല, ഒരു ഭവ്യതയില്ല. യൂണിറ്റ് ബുക്ക് ചെയ്തോ? നിനക്ക് ഞാൻ ആംബുലൻസ് ബുക്ക് ചെയ്തോണ്ടാ. അപ്പോഴേക്കും നായിക അഡ്വാൻസ് കൊടുത്തോ? എല്ലാ അഡ്വാൻസും ഇന്ന് രാത്രിക്കുള്ളിൽ നിനക്ക് ഞങ്ങൾ തീർത്ത് തരാടാ. തിരുമേനി, ഞങ്ങൾ ഇറങ്ങട്ടെ. കഥാകൃത്തുമായിട്ട് സംഘടന രംഗത്തെ കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യാണ്ടേ? ആയിക്കോട്ടെ. അതേ പറ്റി ഇതേണ്ട, തിരുമേനി ഔട്ട് ഹൗസ് കാണിക്കൂ. വാ, 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 വാ. അമ്മി, ഞാൻ പിച്ചരുത്. ഇത് നന്ദിനി കുട്ടി. ഏട്ടന്റെ 2ാമത്തെ മോളാ. ബാംഗ്ലൂരിൽ MBA പഠിക്കുന്നു. ഇപ്പൊ സ്റ്റഡി ലീവിന് വന്നതാ. ഇവരൊക്കെ വലിയേട്ടൻ പറഞ്ഞില്ലേ സീരിയലിലെ ആൾക്കാരാ. ആ ഇത് നിർമ്മാതാവ് ബാലൻ. അതെ. ഇത് കഥാകൃത്ത്. ഇവരൊക്കെ നടന്മാരാ. ഞാനും. 2 മാസം ഞാൻ ഇവിടെ കാണും. നായികയെ കിട്ടിയില്ലെങ്കിൽ ആ വേഷം ഞാൻ ചെയ്തോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വലിയ വേഷം വേണോ നിർബന്ധമില്ല. ചെറുതായാലും ഓക്കെ. പ്രൊഡ്യൂസർ ആണല്ലേ? അതെ. പ്രൊഡ്യൂസറെ സോപ്പിട്ടാ പിന്നെ സംഗതി ഓക്കെ. സർ, എനിക്കൊരു ചാൻസ് തരണം പ്ലീസ്. ഇപ്പൊ അടിച്ചു. ആ വാ 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 വാ. അല്ലട്ടാ, പോരെ.